ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാം, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ശ്രുതി, ഒരു സാധാരണ വീട്ടമ്മയാണ്. എൻ്റെ ഫാമിലിയിൽ ഞാനും ഹസ്ബൻഡും മോളും ഹസ്ബൻഡിൻ്റെ അമ്മയും അടങ്ങി 4 പേരാണ് ഉള്ളത്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. രാവിലെ എണീറ്റ് പല്ല് തേപ്പും നേരെ പോയത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് വെള്ളവും കുടിച്ച് പിന്നെ ഞാൻ പോയി കുളിച്ച് വന്നു. കുളിച്ചതിന് ശേഷം അടുക്കളയിലേക്ക് വന്ന് ചായ പരിപാടി നോക്കാമെന്ന് കരുതി. എല്ലാ ദിവസവും ഞാൻ നേരത്തെ കുളിക്കാറില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ളൂ. ചിലപ്പോൾ ഞാൻ ഉച്ച ടൈമൊക്കെ ആവും, ചിലപ്പം 10 മണി 12 മണി അങ്ങനത്തെ ടൈമിലൊക്കെയാണ്. കറക്റ്റ് ഒരു ടൈമൊന്നുമില്ല. അങ്ങനെ ചെറുപയർ കുക്കറിൽ വെച്ച ടൈമിൽ ഞാനൊന്ന് വെറുതെ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് വരുന്ന വഴി കറിയിലിടാൻ ആവശ്യമായ കറിവേപ്പിലയും കൂടെ ഒരു റംബുട്ടാനും പറിച്ച് കൊണ്ടുവന്നേ. പാകമായൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ട്, കറക്റ്റ് റെഡ് കളർ ആയിട്ടില്ല, എന്നാലും ടേസ്റ്റ് ഉണ്ട്. ചായക്ക് ഞാനിന്ന് നീർദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ദോശയാണ് നീർദോശ. അതുകൊണ്ട് പണി വേഗം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചായപ്പണിയൊക്കെ കഴിഞ്ഞു. ഇനി പാത്രങ്ങൾ കഴുകാനുണ്ട്, അത് കഴുകി വെച്ച് സാവധാനം ഇരുന്ന് ചായ കുടിക്കുക. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്ന് പിന്നെ ഞാൻ ചോറ് വെക്കാമെന്ന് കരുതി. ചോറ് ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ ഇപ്പോൾ വെക്കുന്ന അരി 1 മണിക്കൂർ റൈസ് കുക്കറിൽ വെച്ചാലാണ് വെന്ത് കിട്ടുക. അപ്പോൾ ആ 1 മണിക്കൂറിലാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ തീർക്കുന്നത്. ചോറ് ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ അലക്കാനാണ് പോയത്. വാഷിംഗ് മെഷീനിലാണ് കേട്ടോ അലക്കുന്നത്. ഞാൻ കല്ലിലും അലക്കാറുണ്ട്. കല്ലിൽ അലക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഇന്ന് അധിക തുണി അത്ര അഴുക്കുള്ളതില്ലാത്തത് കൊണ്ടാണ് അതും പുതിയത് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടുന്നത്. പുതിയ ഡ്രസ്സൊക്കെ ആണെങ്കിലും അല്ലാതെ അധികം കറ പിടിച്ച ഡ്രസ്സൊക്കെ ആണെങ്കിലും ഞാൻ പുറത്തുനിന്നാണ് കഴുകാറ്. ഇന്ന് കുളിയും നേരത്തെ കഴിഞ്ഞുകൊണ്ട് ഞാൻ വാഷിംഗ് മെഷീനിലാണ് കഴുകിയത്. ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അല്ലാത്തത് കൊണ്ട് അതിൻ്റെ അടുത്ത് എപ്പോഴും ഒരാൾ വേണം. വെള്ളം ഒഴിവാക്കാനും വെള്ളം നിറയ്ക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് അവിടെ തന്നെ നിൽക്കണം. അപ്പോൾ ഇത് അപ്സ്റ്റെയറിലാണ് വാഷിംഗ് മെഷീൻ ഉള്ളത്. അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും മുകളിലേക്ക് കയറണം. ഇങ്ങനെ കളിക്കേണ്ടതുകൊണ്ട് ഞാൻ മുകളിൽ തന്നെ നിന്ന് മുകളിലത്തെ നിലയിലുള്ള ബെഡ്റൂമും
ബാക്കിയുള്ള എല്ലാ ഏരിയയും ഞാൻ ക്ലീൻ ചെയ്ത് ആ ഒരു ഗ്യാപ്പിലാണ്, ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇടുന്ന ടൈമിലാണ് ഞാൻ വന്ന് ക്ലീൻ ചെയ്യൽ. അടിച്ചു വാരൽ ഡെയിലി ചെയ്യാറുണ്ടെങ്കിലും ഞാൻ ഡെയിലി തുടയ്ക്കാറില്ല. കാരണം മുകളത്തെ നിലയിൽ അത്ര അഴുക്ക് ഉണ്ടാവാറില്ല. സാധാരണ ഒരു ബെഡ്റൂമാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ആരും എണീറ്റുണ്ട്. ആരുവിന് ഫുഡ് കൊടുക്കണം. അപ്പോൾ അവൾ ഒറ്റയ്ക്കെടുത്ത് കഴിക്കാറൊന്നുമില്ല, ഞാനെടുത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഗ്യാപ്പിൽ ഞാൻ പോയി ഉള്ള ഫുഡ് എടുത്ത് കൊടുത്ത് കഴിക്കാൻ വിട്ടിട്ടാണ് ഞാൻ മുകളിൽ പിന്നെ കയറി വന്ന് ബാക്കി പണി ചെയ്തു. അങ്ങനെ ബെഡ്റൂം ക്ലീൻ ചെയ്തു. അപ്പുറത്തെ ഏരിയ ഒക്കെ അടിച്ച് വാരി ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊന്നും കാര്യമായിട്ട് ഫർണിച്ചർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പൊടി പിടിച്ച് കിടക്കാൻ വലിയ സാധ്യത ഇല്ല. പിന്നെ ജനലൊക്കെ ഇടയ്ക്ക് വന്ന് നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. ഇപ്പം നിലവിൽ വലിയ പൊടി ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടാറില്ല. കുറഞ്ഞ തുണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് തുണി ഉണക്കാൻ ഇടൽ. അപ്പോൾ ഇവിടെ നിന്ന് നല്ലപോലെ ഉണങ്ങി കിട്ടും, നല്ല വെയിലൊക്കെ കൊള്ളും. ഒന്നാമത് ഷീറ്റിൻ്റെ താഴെയാണ്, ആ ഒരു പോർഷൻ ഷീറ്റ് ഇട്ടതായതുകൊണ്ട് നല്ല ചൂടുണ്ടാവും. പിന്നെ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയയാണ്. കാരണം ഇവിടെ വന്നാൽ നല്ല നല്ല എന്താ കിളികളും ആകാശവും മേഘവും രാത്രിയായ നക്ഷത്രവും അമ്പിളിമാമനെയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ മുകളിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ ആരുവിനെ കൂടെ കളിക്കാൻ വേണ്ടി ആരുവിൻ്റെ ഫ്രണ്ട് സൂര്യ വന്നിട്ടുണ്ട്. അപ്പോൾ ആരു ചായ കുടിക്കുകയാണ്. ചായ കുടിക്കുന്ന ടൈമിൽ ആരുവിനെ കാത്ത് അവൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ താഴെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് സിറ്റ് ഔട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഞാനൊരു പഴുത്ത മാങ്ങ മുറിച്ച് കഴിക്കുകയാണ്. ഇപ്പോൾ മാങ്ങയൊക്കെ കഴിച്ച് പുറത്ത് രണ്ടുപേരും നല്ല കളിയിലാണ്. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കന്നെ അരി വെന്തുണ്ടെങ്കിൽ അരി വെന്ത് ആ അരിൻ്റെ കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് വെക്കാറുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരു കപ്പ് കഞ്ഞിവെള്ളം ഉപ്പിട്ട് ഞാൻ കുടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ പിന്നെ ഞാൻ മുറ്റത്തേക്ക് പോയി മക്കളെടുത്ത് പോയിരുന്ന് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് ഇവർ വന്നാൽ നല്ല രസമാണ്. ഇവർ കുറച്ചാളൊന്നുമല്ല, 4-5 ആൾക്കാരുണ്ട്. എല്ലാവരും വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പല വഴിയിലാണ് ഇപ്പോൾ. പിന്നെ ഞാൻ കറികളൊക്കെ വേഗം ആക്കി ചോറ് കഴിച്ചു. പിന്നെ വൈകുന്നേരമായപ്പോൾ നല്ല മഴയത്താണ് വിശപ്പ് കൂടിയപ്പം പിന്നെ ആരോന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മക്കറോണി ഉണ്ടാക്കി കഴിച്ച് പിന്നെ രാത്രിക്ക് വലിയ പണികളൊന്നും ഇല്ലെങ്കിൽ മീൻ പൊരിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ചെയ്ത ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റിലൂടെ നിങ്ങളെ അഭിപ്രായം അറിയിക്കണം. കൂടാതെ എൻ്റെ ഈ വീഡിയോയ്ക്ക് വല്ല പോരായ്മകളും ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ്.